ഹായ് അസ്സാം വലൈക്കും. അരസ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി ഒരു വെളുത്തുള്ളി അച്ചാർ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഇത് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ, കടുക് നല്ല പോലെ ഇട്ടിട്ടൊന്ന് ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ ഉലുവയും കടുകും ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് എന്താക്കുക, ഒരു മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല പോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. പിന്നീട് നമുക്കിതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പോലെ തൊലി ഒക്കെ പോക്കി നല്ലോണം ഒന്ന് കഴുകി നല്ല പോലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. പിന്നീട് ഞാൻ എടുത്തത് കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തതുമാണ്. പിന്നെ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് എള്ളെണ്ണയാണ്. അതാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും അച്ചാറിന്. അപ്പോൾ ഞാൻ അത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ അടുപ്പത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് നല്ല പോലെ ഒന്ന് പൊട്ടിച്ചു. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്കിതാ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് അതിൻ്റെ അകത്തിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നല്ല പോലെ ഒന്ന് നമ്മുടെ വെളുത്തുള്ളി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക് കഴിക്കുമ്പോൾ. അപ്പോൾ കുറച്ചൊരു 2 മിനിറ്റ് നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് അടിക്കണേ, മറക്കരുതേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാല ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂണ് സാദാ മുളക് പൊടി എരിവുള്ളതാണ് യൂസ് ചെയ്തത്. പിന്നെ 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ കടുകിൻ്റെ ഒരു 2 സ്പൂൺ ഞാനത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്ക് എന്താക്കാന്ന് വെച്ചാൽ കുറച്ച് കായപ്പൊടി ഒരു 1 ടീസ്പൂൺ മതി കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ല പോലെ ഒന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പം തന്നെ നല്ലൊരു കളറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ കുറച്ച് നേരം നമുക്ക് അതിൻ്റെ മസാലയുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു 2 സ്പൂണ് വിനെഗറാണ് ചേർത്തത്. അപ്പോൾ നല്ലോണം വിനെഗർ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് എരിവൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 സ്പൂണ് പഞ്ചസാര കൂടെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എരിവ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. കണ്ടോ, നല്ല അടിപൊളി പിക്കിൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ നല്ലൊരു ബോട്ടിലേക്ക് ഞാനിത് മാറ്റുന്നുണ്ട്. വെള്ളമുള്ള ബോട്ടിലേക്കൊന്നും നമ്മൾ മാറ്റരുത്. അപ്പോൾ നല്ലോണം വെള്ളമൊക്കെ പൊക്കി വെച്ചൊരു ബോട്ടിലേക്ക് ഇട്ടിട്ട് നമുക്കൊരു 2-3 ദിവസം അടച്ചു വെക്കാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡിയായി കിട്ടും. അപ്പം നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ഓക്കേ, ബൈ.